1960 വേൾഡ് ബാങ്കിനെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച കരാറാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി അഥവാ സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത്. സിന്ധു നദിയെയും അതിൻ്റെ പോഷക നദികളെയും കൃഷിക്കും മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾക്കുമായി ജനങ്ങൾ ഉപയോഗിച്ചു പോന്നിരുന്നു. എന്നാൽ 1947 വിഭജനത്തെ തുടർന്ന് ഈ നദിയെ ചൊല്ലിയുള്ള ഇരു രാജ്യങ്ങളുടെ തർക്കമാണ് ഇങ്ങനെ ഒരു കരാറിലേക്ക് എത്തിച്ചത്. ഇതിൻ പ്രകാരം തന്നെ 6 നദികളിൽ 3 നദികളായ ഇൻഡസ്, ജലം, ചെനാബ് ഇവയുടെ നിയന്ത്രണം പാകിസ്ഥാൻ്റെ കീഴിലും രവി, സത്ലജ്, ബിയാസ് ഇവയുടെ നിയന്ത്രണം ഇന്ത്യക്കുമായി വ്യവസ്ഥ ചെയ്യപ്പെട്ടു. കൂടുതൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ നദിയുടെ 80% ജലം പാകിസ്ഥാനും 20% ഇന്ത്യയുമാണ് ഉപയോഗിച്ചു പോന്നിരുന്നത്. എന്നാൽ ഈ അടുത്തിടെ ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ വെച്ച് നടന്ന ആക്രമണത്തെ തുടർന്ന് 65 വർഷം പഴക്കം ചെന്ന ഈ കരാർ ഇന്ത്യ റദ്ദാക്കാൻ തുടങ്ങുകയാണ്. ചൈനയിലെ ടിബറ്റിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇൻഡസ് നദി ജമ്മു കാശ്മീരിലൂടെ ഒഴുകിയാണ് പാകിസ്ഥാനിലേക്ക് എത്തിച്ചേരുന്നത്. എന്നാൽ ഈ കരാർ മരവിപ്പിക്കുന്നത് മൂലമായി ഇന്ത്യ ഈ നദിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. അതുമൂലം പാകിസ്ഥാന് വളരെ ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് ഇന്ത്യ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഭൂരിഭാഗവും കൃഷിയിൽ ഊന്നിയിട്ടുള്ളതാണ്. അപ്പോൾ ജലത്തിൻ്റെ ദുർലഭ്യത അല്ലെങ്കിൽ അതിൻ്റെ അഭാവം മൂലം അവിടുത്തെ കൃഷി തടസ്സപ്പെടുന്നു. കൂടാതെ വരൾച്ചയും മറ്റ് സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. ഇതുമൂലം തന്നെ പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയെ നല്ല രീതിയിൽ തന്നെ ഇത് ബാധിക്കുന്നു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാന് ശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം ഉപരിയായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉയർന്നു വരുന്നു. ഇന്ത്യ ചെയ്തത് ശരിയാണ്, തെറ്റാണ് എന്നും പറയുന്ന ഒരു വിഭാഗം ആളുകൾ. അതുപോലെ തന്നെ പാകിസ്ഥാനിലുള്ളത് എല്ലാവരും തീവ്രവാദികളല്ല, അവിടെയും സാധാരണക്കാരായ ജനങ്ങളുണ്ട്, അവരെയും ഈ തീരുമാനങ്ങളെല്ലാം ബാധിക്കും എന്ന് പറയുന്നു. എന്നാൽ കഴിഞ്ഞ 3 യുദ്ധങ്ങളിലും ഇന്ത്യയുടെ സൈനിക ബലം നന്നായി തന്നെ അറിഞ്ഞ പാകിസ്ഥാൻ വളരെ ധൈര്യത്തോടു കൂടിയാണ് ആക്രോശിക്കുന്നത്. അവർക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം വന്നത്? ആരാണ് അവരെ പിന്താങ്ങുന്നത്? കോമ്പറ്റേറ്റീവ് എക്സാമിന് അപ്പിയർ ചെയ്യുന്ന ഒരു ആസ്പിരൻറ്റ് എന്ന നിലയിലും നാളത്തെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും അതിലെല്ലാം ഉപരി ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.